ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര പുനർനിർമ്മാണ ഫണ്ട് ഉദ്ഘാടനം മെയ് 10 ക്ഷേത്ര സന്നിധിയിൽ ആരാധ്യയായ കൊച്ചി മേയർ വി.കെ. മിനിമോൾ നിർവഹിക്കും. ചടങ്ങിൽ കണ്ണങ്ങാട്ട് ദേവസ്വം സഭയുടെയും SNDP യോഗം ശാഖയുടെയും ആഭിമുഖ്യത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന് സ്നേഹാദരവ് നൽകും. മെയ് 10 മുതൽ 20 വരെ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ തിരുസന്നിധിയിൽ ശ്രീമദ് ദേവി ഭാഗവത ദശദിന ജ്ഞാനസത്രം യജ്ഞാചാര്യൻ ഭാഗവതരത്നം ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. 800-ലധികം സംവത്സരങ്ങളായി പശ്ചിമ കൊച്ചിയിൽ വേമ്പനാട് കായലിന്റെ തീരത്ത് ഇടക്കൊച്ചിയുടെ മണ്ണിൽ ഭക്തലക്ഷങ്ങൾക്ക് അഭയമേകുന്ന കണ്ണങ്ങാട്ട് ഭഗവതിയുടെ പുണ്യസന്നിധി ഒരു ചരിത്രപരമായ പരിവർത്തനത്തിന് ഒരുങ്ങുകയാണ്. ജാതിമതഭേദമന്യേ എല്ലാ വിശ്വാസികളെയും ഒന്നിപ്പിക്കുന്ന ഒരു മഹാസംരംഭമാണിത്. കണ്ണങ്ങാട്ട് ദേവസ്വം സഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ ആത്മീയമായ ഉന്നതിയും സാമൂഹികമായ ഒത്തുചേരലും സാധ്യമാക്കുന്നു. സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഒരു വിജ്ഞാന കേന്ദ്രം കൂടിയായിരിക്കും ഈ ക്ഷേത്ര സമുച്ചയം. ക്ഷേത്ര പുനർനിർമ്മാണ ഫണ്ട് ഉദ്ഘാടനം കൊച്ചിയുടെ ആരാധ്യയായ മേയർ ശ്രീമതി വി.കെ. മിനിമോൾ നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ PP സൂയൻസ്, രജീഷ് വാസുദേവൻ, VL ബാബു, സൗമിത്രൻ തന്ത്രികൾ എന്നിവർ പങ്കെടുത്തു. 800 വർഷം പഴക്കമുള്ള കണ്ണങ്ങാട്ട് ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ നിർമ്മിക്കാൻ പോകുന്നത്. ശില്പശാരുതയിലും അതുപോലെ തന്നെ 18 പടികളുടെ മേളിലായി 19,500 സ്ക്വയർ ഫീറ്റ് മേളിലായിട്ടാണ് ഈ ക്ഷേത്രം വരാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം വരുമ്പോൾ തീർത്ഥാടന കേന്ദ്രമായി ഈ ക്ഷേത്രത്തെ മാറ്റുക എന്നാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. ഏതാണ്ട് 12 കോടി രൂപയാണ് ഈ ക്ഷേത്ര നിർമ്മിതിക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈ നാടിലെ ഇടക്കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം തീരദേശ പ്രദേശമാണ്. ഈ ക്ഷേത്രം നിലനിൽക്കുന്നതും വേമ്പനാട്ട് കായലിന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്തൊരു 100 വർഷം മുന്നിൽ കണ്ടുകൊണ്ട്, കാരണം ഏറ്റവും ഇപ്പോഴുള്ള ക്ഷേത്രത്തിൽ ഒരു മഴക്കാലം വന്നാൽ ഏറ്റം വന്നു കഴിഞ്ഞാൽ വെള്ളം കയറും. അപ്പോൾ അതുകൂടി കണ്ടുകൊണ്ട് മുൻകരുതലെന്ന നിലയിൽ വെള്ളം കയറാത്ത രീതിയിലുള്ള ക്ഷേത്രമാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളാണ് നിർവഹിക്കുന്നത്. അതിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യയായ കൊച്ചി മേയർ ആണ് നിർവഹിക്കുന്നത്. നിയുക്ത MLA ദീപക് ജോയ് ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം പങ്കെടുക്കുന്ന ഏതാനും 3000-ഓളം ആളുകളെയാണ് നമ്മൾ ഈ മഹാസമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെ 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ദശദിന സത്രം ഇതോടൊപ്പം തന്നെ അന്ന് ആരംഭിക്കുകയാണ്. ആ സത്രത്തിലെ സപ്താഹ ആചാര്യൻ പള്ളിക്കൽ മണികണ്ഠൻ അവറുകളാണ്. അങ്ങനെ ഗംഭീരമായ ഒരുക്കങ്ങളോടുകൂടി നടത്തുന്ന ഈ പരിപാടിയിലേക്ക് 10 തീയതി 5 മണിക്ക് മഹാസമ്മേളനത്തിൽ ഇവിടുത്തെ മുഴുവൻ